സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണോ? അങ്ങനെ ഡാൻസ് കളിക്കുന്നത് പൊതുവെ കൺസർവേറ്റീവ് സമൂഹങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഹിന്ദു, മുസ്ലിം അടക്കമുള്ള, ക്രിസ്ത്യൻ അടക്കമുള്ള കൺസർവേറ്റീവ് സമൂഹങ്ങൾ ഈ ഡാൻസിനെ എങ്ങനെ കാണുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ വിഷയത്തിന് അടിസ്ഥാനവും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അബ്ദുള്ള ബാസിലും ശ്രീ രഞ്ജിത്തും തമ്മിലുള്ള വളരെ പ്രഗത്ഭമായ ഒരു ചർച്ച ഞാൻ കാണുകയുണ്ടായി. റിപ്പോർട്ടറിൽ വന്നതാണ്. അടുത്തിടയ്ക്കുള്ള ഏറ്റവും മികച്ച ഇന്റർവ്യൂസിൽ ഒന്നാണ്. ഇതിൽ അബ്ദുള്ള ബാസിനോട് അതിശക്തമായി ഞാൻ വിയോജിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാടോട്, സ്നേഹാദരങ്ങളോട് വിയോജിക്കുന്നു. അതായത് നമ്മളെല്ലാം അങ്ങനെയാണ്, യോജിപ്പും വിയോജിപ്പും കണ്ടെത്തേണ്ടവരാണ്. 10 കാര്യങ്ങൾ പറയുമ്പോൾ 10 നിലപാടുകളിൽ 2 നിലപാടുകൾക്ക് നമുക്ക് വിയോജിപ്പ് കാണും, 3 എണ്ണത്തിന് പകുതി യോജിപ്പും പകുതി വിയോജിപ്പും ആയിരിക്കും, 5 എണ്ണം പൂർണ്ണമായിട്ട് യോജിക്കുന്നതായിരിക്കും. പക്ഷെ എൻ്റെ ഈ നിലപാട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ നിലപാട് അബ്ദുള്ള ബാസിൽ കേൾക്കുമ്പോൾ, അബ്ദുള്ള ബാസിൽ എൻ്റെ നിലപാടിനോട് യോജിക്കും അല്ലെങ്കിൽ കൂടുതൽ യോജിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പോൾ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് അബ്ദുള്ള ബാസിൽ പറയുന്നത്. നമുക്ക് ആ നിലപാട് ആദ്യം ഒന്ന് കേൾക്കാം. നൃത്തം എന്ന് പറയുന്നത്, ഒപ്പന എന്ന് പറയുന്നത് കലാരൂപമാണ്, നൃത്തരൂപം. അതിനെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കാര്യങ്ങൾ അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ അത് ഇസ്ലാമികമല്ല എന്ന് പറയാനല്ല, മറിച്ച് അത് ഏത് രൂപത്തിലാണ് ഇപ്പൊ ഒരു സ്ത്രീകളുള്ള ഒരു ഘട്ടത്തിൽ അത് കളിക്കുന്നത് പ്രശ്നമാണെന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് അവിടെ പൊതുവേദി, നമ്മുടെ കലോത്സവങ്ങളിലൊക്കെ പൊതുവേദിയിൽ 10,000-കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തിയാണ് മുസ്ലിം പെൺകുട്ടികൾ. അതൊക്കെ ഇവിടെ കാലങ്ങളായി നടന്നു വരുന്ന കാര്യമാണ്. അതൊക്കെ ഇഷ്ടമുള്ളവർക്കാവാം. പക്ഷെ അത് പിന്നെ കുറച്ചുകൂടി പ്രായമുള്ള സ്ത്രീകളാകുമ്പോൾ അതിന് എന്തുണ്ടാവും, പ്രായമുള്ള സ്ത്രീകൾ പിന്നെ ഈ പൊതുജന മധ്യത്തിൽ അതിൽ ഡാൻസ് കളിക്കുക എന്നുള്ളതിൽ ഇസ്ലാമികമായി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് കുട്ടികൾ കളിക്കുന്നതിനെ കുറിച്ചല്ല, അതിൽ പ്രായത്തിന്റെയോ പൊതുമധ്യത്തിൽ എന്നതിനേക്കാൾ അപ്പുറത്ത് ഇസ്ലാം ഈ നൃത്തം എന്ന് പറയുന്ന വിനോദോപാധിയെ അംഗീകരിക്കുന്നില്ല. അല്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇത് ഇവിടെ കുട്ടികൾ കളിക്കുന്നതിനെ കുറിച്ചൊന്നല്ല നമ്മൾ പറയുന്നത്, കുറച്ചുകൂടി പ്രായമുള്ള ആളുകൾ. ഇപ്പോൾ ഇവിടെ നമ്മളത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു സൊസൈറ്റിയിൽ ഒരു കാര്യം തെറ്റോ ശരിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. ആ സൊസൈറ്റിയിൽ ഒരു കാര്യം തെറ്റോ ശരിയോ എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവികമായി. അപ്പം സൊസൈറ്റിയെ കുറിച്ചല്ലേ വിസ്ഡം ഇസ്ലാമിക് വിസ്ഡത്തിന് മാത്രമായിട്ടല്ലല്ലോ ഇത് പൊതുവിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറിച്ച് മാത്രമാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒപ്പന എന്ന് പറയുന്ന ഒരു നൃത്തരൂപത്തെ, മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന സംഗീതത്തിൽ, ഇതിലൊന്നും അവരെയും മാപ്പിളപ്പാട്ട് എടുത്ത് ചോദിക്കാൻ കാരണം കേരളത്തിന്റെ തനത് മുസ്ലിം പാരമ്പര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സംഗീത കലാരൂപങ്ങളാണ്, നൃത്തരൂപങ്ങളാണ്. ഇതിനെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതേപോലെയല്ലോ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. കുട്ടികൾ കളിക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ ഏത് പ്രായം വരെ കളിക്കാം. അത് ആ രൂപത്തിലല്ല. അത് ഒരു സൊസൈറ്റിയിലാകുമ്പോൾ നമുക്ക് മനസ്സിലായി, ചെറിയ കുട്ടികൾ പലതരത്തിലുള്ള അവർക്ക് വിനോദങ്ങളാവാം. പ്രവാചകന്റെ കാലത്ത് ഞാൻ പൂർത്തിയാക്കട്ടെ. അതായത് പ്രവാചകന്റെ കാലത്ത് തന്നെ പ്രവാചകൻ വരുമ്പോൾ പിന്നെ പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പാട്ട് പാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പലതരത്തിൽ കുട്ടികൾ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന വീടുകളിലൊക്കെ പ്രവാചകനെ സ്തുതിച്ചുകൊണ്ട് പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ ഒരു ആചാരമാക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് മരിച്ച വീട്ടിൽ ആഘോഷിക്കേണ്ടതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു പ്രവാചകൻ വരുമ്പോൾ അത്തരത്തിലുള്ള പിന്നെ പാട്ടുപാടലുകൾ കാണുന്നുണ്ട്, സന്തോഷ പ്രകടനങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ കുട്ടികൾക്കാവാം. കുട്ടികൾ സന്തോഷിക്കണം, അല്ലെങ്കിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ അവര് സന്തോഷിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ വിയോജിക്കുന്ന ചില മേഖലകളുണ്ട്. കുറച്ചുകൂടി പ്രായപൂർത്തിയായ പിന്നെ സ്ത്രീകളും പുരുഷന്മാരും, അത് പുരുഷന്മാരും സ്ത്രീകളുടെ മുമ്പിലാകട്ടെ, സ്ത്രീകൾ പുരുഷന്മാരുടെ മുമ്പിലാകട്ടെ, അത് ആടിക്കളിക്കുന്നതും അത്തരത്തിലുള്ള നൃത്തരൂപങ്ങളിലേക്ക് പോകുന്നതും ഇസ്ലാമികമായി ചില അതിർവരമ്പുകളുണ്ട്. അതിർവരമ്പുകൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നൃത്തം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ കലാരൂപങ്ങളോടും പൂർണ്ണമായും ഒരു വിയോജിപ്പ് എന്നുള്ളതല്ല പറയുന്നത്. അത് കലാരൂപങ്ങളും പാട്ടുകളും ഒക്കെ റസൂലിന്റെ കാലം മുതൽ തന്നെ ഉണ്ട്. അത് ആവാം. പക്ഷെ അതിന് ചില അതിർവരമ്പുകൾ, മതം നിശ്ചയിക്കുന്ന അതിർവരമ്പുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പൊ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ നൃത്തം ചെയ്യേണ്ടത് സ്ത്രീകൾ മാത്രമുള്ള വേദിയിലും പുരുഷന്മാർ നൃത്തം ചെയ്യേണ്ടത് പുരുഷന്മാർ മാത്രമുള്ള വേദികൾ, അങ്ങനെയാണോ? അല്ല, ഈ നൃത്തം എന്ന് പറയുന്നത് തന്നെ അതെന്തിനാണ് ഈ ഒരു നമ്മളിപ്പം ചോദിക്കുകയാണെങ്കിൽ ഒരു ജഡ്ജ് ചെയ്യേണ്ട രൂപത്തിൽ താങ്കൾ സാംസ്കാരിക സങ്കലനം അനുവദനീയമാണ്, തൗഹീദിന് വിഭിന്നമല്ല. തൗഹീദിന് മാത്രമല്ല, ഇസ്ലാമിന്റെ തൗഹീദ് എന്നാണല്ലോ പ്രധാനപ്പെട്ട അടിസ്ഥാന. രഞ്ജിത്ത് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. സാംസ്കാരിക സങ്കലനങ്ങൾ അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ ഈ ഒപ്പനയും മാപ്പിളപ്പാട്ടും ഒക്കെ ഇവിടെ അത്തരം സാംസ്കാരിക ഞാനൊരു തിരിച്ചു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പം ഇവിടെ ഒപ്പന ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പലതരം സിനിമാറ്റിക് ഡാൻസ് ഉണ്ടായിക്കോട്ടെ, അങ്ങനെ പല കലാരൂപങ്ങളുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗം അത് ചെയ്യണമെന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടോ? അത് ഇഷ്ടമുള്ളവർ ചെയ്താൽ പോരെ. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കാണ്, ഞാൻ ഒറ്റ ചോദ്യം,
ഈ ഒരു നൃത്തരൂപത്തെ അവരുടെ ഞാൻ ചോദിക്കുന്നതാണ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള വളരെ സിമ്പിൾ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളുടെ ആഹ്ലാദ പ്രകടനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ കലാരൂപങ്ങളോ അല്ല, മറിച്ച് എല്ലാ കാര്യത്തിലും അതിന് ഇസ്ലാമിന് ചില അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എല്ലാം. അത് അബ്ദുള്ള അബ്ബാസിന്റെ നിലപാടാണ്. ആ നിലപാടിനെ ബഹുമാന പുരസ്സരം വിമർശിക്കുകയാണ്. നമുക്ക് അതിനും ChatGPT-യുടെ സഹായം എടുക്കാം. എന്നിട്ട് അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ നിലപാട് എന്നെക്കാട്ടി പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ അബ്ദുള്ള അബ്ബാസിലും ഇത് ശ്രദ്ധിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം പക്ഷത്തെ പലർക്കും ഉള്ളൊരു കാഴ്ചപ്പാടാണ്, അത് നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാന്ന് കൂടെ നോക്കാം. ഞാനപ്പം ChatGPT എടുത്തു. ChatGPT-യോട് ചോദിച്ചു, ഏതെങ്കിലും ഖുറാനിക് ഡിറക്റ്റീവ് അഗൈൻസ്റ്റ് ഡാൻസിങ് ഓൺ എ പബ്ലിക് പ്ലാറ്റ്ഫോം ഉണ്ടോ മുസ്ലിം പെൺകുട്ടികൾ? ChatGPT പറയുന്നുണ്ട്, ഗേൾസ് ഡാൻസിങ് ഓൺ പബ്ലിക് പ്ലാറ്റ്ഫോമിനെതിരെ അങ്ങനെ യാതൊരു രീതിയിലുമുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിറക്റ്റീവുകൾ ഇല്ല. ഇതിനെ വ്യത്യസ്ത രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സൂറ അൻ-നൂർ 24, 30, 31 വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എല്ലാ മതവിശ്വാസികൾക്കും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതവിശ്വാസികൾക്ക് പ്രധാനമാണ്. അതിൽ ആദ്യം പറയുന്നത്, വിശ്വാസികളായ ആണുങ്ങളോട് അവരുടെ കണ്ണിന് മിതത്വം വേണം, അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ ഗാർഡ് ചെയ്യണം, കണ്ണിന് മിതത്വം വേണം. അതായത് ആദ്യം വേണ്ടത് സ്ത്രീയുടെ വസ്ത്രധാരണത്തിന് മിതത്വമല്ല, പുരുഷന്റെ കണ്ണിന് മിതത്വമാണ് വേണ്ടത്. അതിനുശേഷം പറയുന്നു, വിശ്വാസികളായ സ്ത്രീകൾ അവരുടെ കണ്ണിന് മിതത്വം വേണം, അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ അവർ എക്സ്പോസ് ചെയ്യരുത്, മിതത്വം വേണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മോഡസ്റ്റി, മഹത്തരമായ ഒരു സങ്കല്പമാണ് മോഡസ്റ്റി എന്നുള്ളതാ. ഈ മോഡസ്റ്റിയെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ച് വ്യത്യസ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ അബ്ദുള്ള അബ്ബാസിൽ കുറെ കൂടെ ശക്തമായി പറയേണ്ടിയിരുന്നത് അതാണ്. അബ്ദുള്ള അബ്ബാസിൽ എന്നെ ഒരു സഹോദര തുല്യനായി എടുത്ത് ആ ഫീഡ്ബാക്ക് എടുക്കണം. അബ്ദുള്ള അബ്ബാസിൽ മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇതേപോലുള്ളവർ, ഹിന്ദു സമൂഹത്തിൽ ഇതേപോലുള്ളവർ, നമ്മളെ പോലെ കൺസർവേറ്റീവ് പൊസിഷൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറെ കൂടെ പച്ചയ്ക്ക് സഭ്യമായി തന്നെ കാര്യങ്ങൾ പറയണം. അബ്ദുള്ള അബ്ബാസിൽ ശരിക്കും നന്മയുള്ള പയ്യനാണ്, അല്ലെങ്കിൽ നന്മയുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അത്രയും കവർ ചെയ്തത് പറയുന്നത്. കൊച്ചുകുട്ടികളാണെങ്കിലും കുഴപ്പമില്ല, വലിയ പെൺകുട്ടികളാണെങ്കിലും കുഴപ്പമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ പച്ചയ്ക്ക് നമ്മുടെ ലിബറലുകളോട് പറയാൻ പഠിക്കണം. മുതിർന്ന പെൺകുട്ടികൾ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഡാൻസ് കളിക്കുന്നത് തെറ്റാണ്, അതിന് യാതൊരു തർക്കവുമില്ല. അപ്പൊ അവർ പറയും, എന്താണ് സ്വകാര്യ ഭാഗങ്ങൾ? അതാണ് കുറച്ചുകൂടെ പച്ചയ്ക്ക് നമുക്ക് പറഞ്ഞാൽ, സ്ത്രീ ശരീരത്തിന്റെ മാറിടവും നിതംബവും പ്രദർശിപ്പിക്കുന്ന, അവരുടെ ശരീരത്തിന്റെ ടോപ്പ് ഭാഗവും പുറവു ഭാഗവും പ്രൊജക്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഡാൻസ് കളിക്കാൻ പാടില്ല. ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ അവർ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ ലിബറലുകൾ നമുക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്, എന്തുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ പറയാത്തത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കും. കുറെ കൂടെ, അതായത് ആണിനും പെണ്ണിനും വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസമാണ്. ഇപ്പൊ ഋത്തിക് റോഷൻ ഷർട്ടില്ലാതെ നിന്നൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൽ അത് ഫേസ്ബുക്ക് അപ്രൂവ് ചെയ്യും, യാതൊരു പ്രശ്നവുമില്ല, ഡിലീറ്റ് ചെയ്യില്ല. അതേപോലെ ഒരു പെൺകുട്ടി എടുത്ത് ഒരു ഷർട്ടില്ലാതെ ടോപ്പില്ലാതെ ഫേസ്ബുക്ക് അംഗീകരിക്കൂ. എന്തുകൊണ്ടായില്ലാത്തത്? ഫേസ്ബുക്കിന് സ്ത്രീ പുരുഷ സമത്വം ഇല്ലാത്തതുകൊണ്ടാണോ? ആർട്ടിക്കിൾ 14 ഇല്ലാത്തതുകൊണ്ടാണോ? സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരഘടന വേറെയാണ്, സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികത വേറെയാണ്. പുരുഷന്റെ ലൈംഗികത പ്രൈമർലി ആ സെക്ഷുവൽ സ്റ്റിമുലേഷൻ ഐസിലൂടെയാണ്. എന്നാൽ സ്ത്രീകൾക്ക് അത് കുറെ കൂടെ പേഴ്സണലും വ്യക്തിയാധിഷ്ഠിതവുമാണ്. അങ്ങനെ ഒരുപാട് പഠനങ്ങളും വളരെ ആഴമേറിയ വിഷയങ്ങൾ ഈ കാര്യത്തിലുണ്ട്. പുരുഷന്റെ ലൈംഗികത കുറച്ചുകൂടെ വൈഡും വൈൽഡുമാണ്, എന്നാൽ സ്ത്രീയുടെ ലൈംഗികത കുറെ കൂടെ പേഴ്സണലൈസ്ഡും ഫോക്കസ്ഡുമാണ്. ഇതിലെ ഒന്ന് ശരിയും ഒന്ന് തെറ്റുമൊന്നുമല്ല, പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷ ലൈംഗികതകൾക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് ഡാൻസിനോടൊന്നും ഒരു എതിർപ്പുമില്ല. പക്ഷെ ഡാൻസ് കളിക്കുമ്പോൾ ഏത് ഡാൻസ് ആവരുത്? ശരീരത്തിൽ ഏറ്റവും ഇറുകിയ വസ്ത്രങ്ങൾ ഒട്ടിപ്പിടിച്ച് ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന ലൈംഗികോദ്ദീപകമായ സെക്ഷുവലി ടിറ്റിലേറ്റിംഗ് ആയിട്ടുള്ള ഡാൻസ് പാടില്ല എന്ന് അതിശക്തമായ നിലപാട് മുമ്പോട്ട് വെക്കാൻ കഴിയണം. നമ്മൾ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ ലിബറലുകൾ അത് ദുർവ്യാഖ്യാനം ചെയ്യും. അബ്ദുള്ള അബ്ബാസിൽ അടക്കം പറയുന്നവനെ ലിബറലുകൾ ദുർവ്യാഖ്യാനം ചെയ്ത്, കണ്ടോ ഇവന്മാർ പിന്തിരിപ്പന്മാരാണ്, ഞങ്ങൾ മോഡേൺ ആണ്, പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾക്ക് നല്ലതാണ്, എന്താ പ്രശ്നം എന്ന് പറയും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ യേശുദാസ് സാറിന്റെ ഒരു വിഷയം ഓർമ്മ കാണും. യേശുദാസ് സാർ പെൺകുട്ടികൾ ജീൻസ് ഇടുന്നതിനെ കുറിച്ച്, ഈ പെൺകുട്ടികൾ ഇങ്ങനെ ജീൻസ് ഒന്നും ഇടരുത് എന്നൊക്കെ പറഞ്ഞു. ഈ പകുതി പറഞ്ഞു വെച്ചാലുള്ള പ്രശ്നം കണ്ടോ, ജീൻസ് ഇടുന്നതിനെതിരെയാണ്. പണ്ടവർ സാരി ഉടുത്തു, പിന്നീട് അവർ ചുരിദാറായി, ചുരിദാർ മാറി പാന്റായി, പാന്റ് മാറി ജീൻസ് ആയി എന്നൊക്കെയുള്ള നാരേറ്റീവ് ഉണ്ടാക്കും. ശരിക്കും പുള്ളി പറഞ്ഞത് ശരീരത്തിന്റെ ബാക്ക് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് ടോപ്പ് വളരെ ഷോർട്ട് ടോപ്പോടുകൂടി ആ ഡ്രസ്സ് ഇടുമ്പോൾ അത് സമൂഹത്തിൽ കൂടുതൽ സെക്ഷുവലൈസേഷൻ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള മിതത്വം ആ വസ്ത്രത്തിനുണ്ടാകുന്നില്ല, ശരീരഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ഈ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായ തത്വം. ഈ തത്വത്തെ മറച്ചു വെച്ചിട്ട് വളഞ്ഞ വഴി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ പുരുഷന്മാർ ആലോചിച്ച് നോക്കുക, പെൺകുട്ടികൾ ഇടുന്ന പോലെ ലെഗിൻസ്
ശരീരത്തിന്റെ ഭാഗങ്ങളിലിട്ട് മുൻഭാഗം പ്രദർശിപ്പിച്ച് നടന്നാൽ അത് മോഡേണിറ്റി ആണെന്ന് ആരെങ്കിലും പറയൂ? അത് അസഭ്യവും ആഭാസവുമാണെന്നല്ലേ പറയുള്ളൂ. അപ്പോ പച്ചയ്ക്ക് ഇത് നമുക്ക് പറയാൻ കഴിയണം. അബ്ദുള്ള ബാസിലിന്റെ സ്പിരിറ്റ് വളരെ കറക്റ്റാണ്. ആ സ്പിരിറ്റിനോടൊപ്പം ഒരു സഹോദര തുല്യനായി അവരുടെ ചില നിലപാടുകളോട് വിയോജിപ്പാണ്, എന്നാൽ ഒരുപാട് ധാർമ്മിക സാംസ്കാരിക നിലപാടുകളോട് യോജിപ്പാണ്. എവിടെയാണ് നമുക്ക് ഒരു ബഹുസ്വരതയിൽ ഊന്നിയ എല്ലാ ചിന്താധാരകളെയും നമുക്ക് എന്താ പറയണേ സപ്പോർട്ട് ചെയ്യണം. ആ ബഹുസ്വരത എന്ന ഫ്രെയിംവർക്ക് അംഗീകരിച്ചാൽ മാത്രം മതി. അത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഈ ബഹുസ്വര എന്നൊരു ഫ്രെയിംവർക്ക് വേണം. പ്ലൂറലിസ്റ്റിക് ഫ്രെയിംവർക്ക്, സെക്കുലർ അല്ല, പ്ലൂറലിസ്റ്റിക് ഫ്രെയിംവർക്ക്. അതായത് വ്യത്യസ്ത രീതിയിൽ ഈ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ പോസിറ്റീവായി നമുക്കതിനെ ബഹുമാനിക്കാൻ കഴിയുന്ന രീതി. അതുകൊണ്ട് അബ്ദുള്ള ബാസിലിനോട് ഈ വിഷയത്തിൽ വിയോജിക്കുകയാണ്. അബ്ദുള്ള ബാസിൽ അടുത്ത തവണ അദ്ദേഹം ഇതേപോലൊരു അവസരം കിട്ടുമ്പോൾ ശക്തമായി, അതിനാരും നമ്മളെ പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല, അതിശക്തമായി തന്നെ പറയണം. എന്നോട് ഞാൻ ഈ ലിബറലുകളോട് ഒരുപാട് വർഷം 10-20 വർഷമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുത്തനായോണ്ടാ ഞാൻ അത് ശക്തമായി പറയുന്നത്. ഞാൻ മാതൃഭൂമിയിലെ മാധുവിനോടടക്കം ഈ വിഷയം സൂംബ വിഷയം സംസാരിച്ച് ഞാൻ വളരെ പച്ചയ്ക്ക് പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മുകൾ ഭാഗവും കീഴ്ഭാഗവും പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ആവരുത് കാര്യങ്ങൾ, അവരുടെ മാറിടവും നിതംബവും പ്രദർശിപ്പിക്കുന്ന രീതിയിൽ സൂംബ ഡാൻസ് കളിക്കുന്നതിനോടാണ് വിയോജിപ്പ് എന്ന് നമുക്ക് പറഞ്ഞില്ലെങ്കിൽ ഇവർ ഈ ലിബറലുകൾ കണ്ണടച്ചിരിട്ടാക്കാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് കൺസർവേറ്റീവ് പൊസിഷൻ ശക്തമായി വെക്കുക. ആ വിഷയത്തിലെ യോജിപ്പോടുകൂടിയുള്ള വിയോജിപ്പ് അബ്ദുള്ള ബാസിൽ മനസ്സിലാക്കുക. ഇത് തന്നെയാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ മനസ്സിൽ, ഇത് തന്നെയാണ് ഹിന്ദു പണ്ഡിതന്മാരുടെ മനസ്സിൽ, ഇത് തന്നെയാണ് ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്മാരുടെ മനസ്സിൽ. പല ആൾക്കാരും ഇത് പറയാൻ ധൈര്യം കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഭാഷയിൽ, ഏറ്റവും സഭ്യമായ ഭാഷയിൽ ഇതാണ് വിഷയം, ഈ വിഷയത്തിന് ഇങ്ങനൊരു മാനമുണ്ട്. പലപ്പോഴും ശരീര പ്രദർശനവും ശരീരഭാഗങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ പ്രൊജക്ഷനുമാകുന്നു ഇത്തരം കാര്യങ്ങൾ. പല പെൺകുട്ടികളും കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ ക്ലീവേജ് കാണിച്ചിരിക്കുന്ന. പണ്ടൊക്കെ ലോ നെക്ലൈൻ ആയിരുന്നു, ഇപ്പൊ നെക്ലൈൻ പ്ലഞ്ച് ചെയ്ത് ക്ലീവേജ് കാണിക്കുന്നതാണ്. അവർക്ക് വ്യക്തിപരമായി ഒരു ഡാൻസ് ബാർ ഇട്ടുകൊണ്ട് പോകുന്നു, ഡിസ്കോത്തക്കിൽ ഇട്ടുകൊണ്ട് പോകുന്നു, അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ അങ്ങനെ ധരിച്ച് പൊതുവേദികളിലോ സ്കൂളുകളിലോ കോളേജിലോ വരികയാണെങ്കിൽ അതിൽ പ്രതിഷേധം ഉണ്ടാവും, വിയോജിപ്പുണ്ടാകും. അതിനെ റെസ്പെക്റ്റോടുകൂടി കാണാൻ കഴിയണം. ഈ ലിബറൽ പൊസിഷൻ മാത്രമല്ലല്ലോ ലോകത്തിലുള്ളത്. അപ്പോൾ ഒരു സ്കൂളിലും കോളേജിലും വരുമ്പോൾ ചില ഡ്രസ് കോഡും മര്യാദകളും വേണം എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാലേ നമുക്ക് ആ കൺസർവേറ്റീവ് പൊസിഷൻ, സാംസ്കാരിക പാരമ്പര്യ മൂല്യാധിഷ്ഠിതമായ നിലപാട് വിജയിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതിനെ പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കാൻ കഴിയട്ടെ. അബ്ദുള്ള ബാസിലിന്റെ ആ സ്പിരിറ്റിനോട് യോജിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സജഷനായി ഈ വിഷയം എടുക്കട്ടെ. താങ്ക് യു.